ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, വീണ്ടും ഒരു ക്രിസ്മസ് കാലം ആഗതമായി. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും പങ്കുവെക്കലിന്റെയും പുണ്യകാലം. മനുഷ്യർ മാത്രമല്ല, പ്രകൃതിയും രക്ഷകനെ വരവേൽക്കാൻ ഒരുങ്ങുകയായി. എന്താണ് ക്രിസ്മസ്? ദൈവപിതാവ് നമ്മോടുള്ള അനന്തമായ സ്നേഹം മൂലം സ്വപുത്രനെ ലോകത്തിന്റെ പാപം ഏറ്റെടുക്കാൻ ലോകത്തിലേക്ക് അയച്ച മഹത്തായ ത്യാഗം അല്ലേ ക്രിസ്മസ്? ക്രിസ്മസ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലൂടെ എത്തുന്നത് എന്താണ്? സാന്താക്ലോസ്, കരോൾ ഗാനങ്ങൾ, പുൽക്കൂട്, നക്ഷത്രങ്ങൾ, സമ്മാനം ഇവയൊക്കെയല്ലേ? പലപ്പോഴും നമ്മുടെ ക്രിസ്മസ് ആഘോഷങ്ങളിൽ ക്രിസ്തു ഇല്ല എന്നതാണ് വളരെ വേദനാജനകമായ കാര്യം. ആഘോഷങ്ങൾക്കിടയിൽ നാം ക്രിസ്തുവിനെ മറക്കുന്നു. നമ്മൾ നിർമ്മിക്കുന്ന പുൽക്കൂട്ടിൽ പിറക്കാനല്ല, നമ്മുടെ ഹൃദയത്തിൽ പിറന്ന് രാജാവായി വാഴാനാണ് യേശു ആഗ്രഹിക്കുന്നത്. സുഹൃതങ്ങൾ കൊണ്ട് നമ്മുടെ ഹൃദയം അലങ്കരിക്കുമ്പോഴാണ് ഈശോയ്ക്ക് അതിൽ വന്ന് വാഴാൻ സാധിക്കുന്നത്. ഈ ക്രിസ്മസിനായി നമുക്ക് എങ്ങനെ ഒരുങ്ങാമെന്നാണ് നാം ചിന്തിക്കേണ്ടത്. പരിശുദ്ധ അമ്മയെ പോലെ പരസ്നേഹ പ്രവൃത്തികൾ ചെയ്യാം. നക്ഷത്രത്തെ പോലെ മറ്റുള്ളവർക്ക് വഴികാട്ടിയാകാം. ജ്ഞാനികളെ പോലെ സമ്മാനങ്ങൾ കാഴ്ച നൽകാം. സുഹൃത ജപങ്ങൾ ചൊല്ലിയും ഒരു നല്ല കുമ്പസാരം നടത്തിയും ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ആശയടക്കം ചെയ്തും ഈ ക്രിസ്മസിനായി നമുക്ക് ഒരുങ്ങാം. ഉണ്ണീശു നമ്മുടെ ഹൃദയങ്ങളിൽ കുടുംബത്തിലും വന്ന് പിറക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.